സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അധ്യായം 20, വാക്യം 19. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനം ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിലെ വളരെ സങ്കീർണമായ, വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന അവരുടെ മുന്നോട്ടുള്ള പ്രയാണം വഴിമുട്ടിയ സ്ഥിതിയാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിനെ ക്രൂശിച്ചവർ ഇനി അവൻ്റെ ശിഷ്യന്മാരായ ഞങ്ങളെയും ക്രൂശിക്കുമെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിക്കുള്ളിൽ വാതിൽ അടച്ചിരിക്കുകയാണ്. ഇവിടെ ചില വാക്കുകൾ നാം പ്രത്യേകം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നേരം വൈകിയ സമയം. സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. ചില സമയം സന്തോഷം നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്, വെളിച്ചം പകരുന്നതാണ്. അതുപോലെ തന്നെ ചില സമയം നേരം വൈകിയ, താമസിച്ചു പോയ, കൈവിട്ടുപോയ, ഇരുളടഞ്ഞ, വിലാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ സമയം. അതിനെയാണ് ഇവിടെ നേരം വൈകിയ അവസ്ഥയായി നാം ധ്യാനിക്കുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരം വൈകിയ അവസ്ഥയാണ്, ഇരുളടഞ്ഞ അവസ്ഥയാണ്, പ്രകാശം നഷ്ടപ്പെട്ട അവസ്ഥയാണ്, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കാരണം ഇതാ യേശുവിനെ ക്രൂശിച്ചതുപോലെ ഇവരെയും ക്രൂശിക്കുവാൻ യഹൂദന്മാരും അതുപോലെ ശത്രുക്കളും പാഞ്ഞെടുക്കുന്നു എന്ന അവസ്ഥ. രണ്ടാമതായി ഇവിടെ നാം കാണുന്നത് ഭയത്തിൻ്റെ അവസ്ഥ. യഹൂദന്മാരെ പേടിച്ച് എന്ന് നാം കാണുന്നു. ഭയം പലപ്പോഴും നമ്മെ ബന്ധനത്തിലാക്കുന്നു. ഭയം പലപ്പോഴും നമ്മെ അടിമത്തത്തിലാക്കുന്നു. ഭയം നമ്മെ ആകുലതയിലും ആശങ്കയിലും ആഴ്ത്തുന്നു. ഇവിടെ ഇപ്പോൾ ശിഷ്യന്മാരുടെ അവസ്ഥ അതാണ്. ആദ്യം നാം ചിന്തിച്ചത് നേരം വൈകിയ, ഇരുളടഞ്ഞ അവസ്ഥയാണെങ്കിൽ ഇതാ ഇവിടെ ഭയത്തിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഭീരുത്വം അവരെ ഭരിക്കുകയാണ്. അവർക്ക് ഭയപ്പെടുവാൻ വളരെയധികം കാരണങ്ങളുമുണ്ട്. വെറുതെയല്ല അവർ ഭയപ്പെടുന്നത്, അവരുടെ സാഹചര്യം അവരെ ഭയപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഈ വാക്യത്തിൽ കാണുന്നത് വാതിൽ അടച്ച അവസ്ഥ. അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല, അവർ ബന്ധനത്തിലാണ്. അവർക്ക് കതക് തുറന്ന് പുറത്തേക്ക് നോക്കുവാൻ കഴിയുന്നില്ല. അവരുടെ മുന്നിൽ, അഥവാ അവരുടെ കൺമുന്നിൽ ശത്രുക്കൾ മാത്രമാണ് അവരുടെ മുന്നിൽ. അവരെ കൊല്ലുവാൻ പാഞ്ഞെടുക്കുന്ന ശത്രുക്കളെ അവർ മനസ്സിൽ കാണുകയാണ്. അതുകൊണ്ട് അവർ ഭയത്തിലും ഭീതിയിലും വാതിലടച്ചിരിക്കുകയാണ്. വഴിമുട്ടിയ അവസ്ഥയാണ്. അടയ്ക്കപ്പെട്ട വാതിലിന് മുമ്പിൽ, അഥവാ അടയ്ക്കപ്പെട്ട മുറിയിൽ അവർ ഇതാ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലാണ്. ഈ പരിതാപകരമായ 3 അവസ്ഥയിലായിരിക്കുമ്പോൾ ഇതാ അവർക്ക് മുന്നിൽ സർവശക്തനായ ദൈവം, മനുഷ്യനായ ദൈവം ക്രിസ്തു വന്നിറങ്ങുകയാണ്, സമാധാനം നൽകുകയാണ്, മുന്നോട്ടുള്ള പ്രയാണത്തിനായി മാർഗനിർദ്ദേശം നൽകുകയാണ്. അവരെ വീണ്ടും ഇതാ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. ഈ അവസ്ഥ നമുക്കും ലഭ്യമാണ്. അതെ,
കർത്താവ് വരും, കർത്താവ് അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ,